ഇന്നത്തെ മത്സരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മുംബൈ ഇന്ത്യൻസിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട. KKRനെതിരെ ഇറങ്ങുമ്പോൾ ജയം അത് മാത്രമാണ് ലക്ഷ്യം. ആദ്യ 2 മാച്ചുകളിൽ 2ലും തോൽവി, അതും 2 ക്യാപ്റ്റന്മാരുടെ കീഴിൽ. GTക്കെതിരെ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും മുംബൈക്കുണ്ടായിരുന്നു. അത് കളഞ്ഞുകുളിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ചേസിൽ വളരെ ക്രൂഷ്യലായ സമയത്ത് 17 പന്തിൽ 11 റൺസ്. പോരാത്തതിന് നന്നായി കളിച്ച സ്കൈക്ക് എക്സ്ട്രാ സമ്മർദ്ദവും. ഈ കളി ഹാർദിക് പാണ്ഡ്യ മാറ്റിയേ പറ്റൂ. ആദ്യ മാച്ചിലെ ഹീറോ വിഘ്നേഷ് പുത്തൂരിനെ മാറ്റിയ തീരുമാനവും മുംബൈ ഇന്ന് പുനഃപരിശോധിക്കും. കോമ്പിനേഷന്റെ പേര് പറഞ്ഞാണ് വിഘ്നേഷിനെ GTക്കെതിരെ പുറത്തിരുത്തിയത്. അത് ശരിക്കും കളിയെ ബാധിച്ചു. വാങ്കഡയിലേക്ക് മുംബൈ തിരിച്ചു വരികയാണ്. ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. വിഘ്നേഷിന്റെ കാര്യം പോലെ 1-2 കാര്യങ്ങളിൽ കൂടി മുംബൈ മാറേണ്ടതുണ്ട്. റോബിൻ മിൻസിനെ തനിക്കു മുൻപേ ഒരിക്കലും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞേക്കരുത്. അതിനുള്ള ഒരു എൻവയോൺമെന്റ് നിലവിൽ ആ ടീമിലില്ല. 2 പവർ പ്ലേ സ്പെഷ്യലിസ്റ്റുകൾ മുംബൈ പേസ് നിരയിലുണ്ട്, ബോൾട്ടും ചാഹറും. എന്നാൽ 2 പേർക്കും ആദ്യ 6 ഓവറിൽ വേണ്ടത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാകുന്നില്ല എന്നതാണ് സത്യം. 9 ഓവറിൽ 94 റൺസാണ് 2 മാച്ചുകളിൽ പവർ പ്ലേയിൽ മാത്രം ഇവർ വിട്ടുകൊടുത്തത്. ഇത് മാറണം. എങ്കിൽ മാത്രമേ എതിരാളികൾ ബാക്ക്ഫുട്ടിലാകൂ. ബുംറയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇപ്പോഴുമില്ല. ഈ സമയത്താണ് രോഹിത്തിന്റെ ഫോം മുംബൈക്ക് നിർണായകമാവുന്നത്. KKRനെതിരെ താരം തിരിച്ചുവരുമെന്ന് കരുതാം. സ്മോൾ ബൗണ്ടറിയും ഫ്ലാറ്റ് പിച്ചസും ഹൈ സ്കോറിംഗ് മത്സരമൊരുക്കും. മുംബൈക്ക് പറ്റിയ സാഹചര്യം. മുജീബിന് പകരം വിഘ്നേഷ് കളിച്ചാൽ വിൽ ജാക്സനെ 11ന്റെ ഭാഗമാക്കാം. വരുൺ ചക്രവർത്തിയെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചാഹറിനും ബോൾട്ടിനുമെതിരെ മോശം റെക്കോർഡാണ് KKR താരം ക്വിന്റൺ ഡിക്കോക്കിന്. KKR പേസ് ഡിപ്പാർട്ട്മെന്റും അത്ര ഫോമിലല്ല. അതുകൊണ്ട് തന്നെ മുംബൈ ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. ഇനി ഗ്രൗണ്ടിലെ എക്സിക്യൂഷൻ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.